എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ, ദിവ്യകാരുണ്യത്തിൻ്റെ എം ഫൗസ്റ്റീന. പെസഹ വ്യാഴം വിശുദ്ധ കുർബാന സമയത്ത് മാർച്ച് 29, 1934. മനുഷ്യകുലത്തിൻ്റെ രക്ഷയുടെ ഒരു ഓഹരി ഞാൻ നിനക്ക് തരികയാണ്. എൻ്റെ മരണവിനാഴികയിൽ നീ എൻ്റെ ആശ്വാസമായിരുന്നു. ഈ സമർപ്പണം നടത്താൻ എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ സൊപ്പോച്കോ അനുമതി നൽകിയപ്പോൾ ദൈവത്തിന് ഇത് പ്രീതികരമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അതിൻ്റെ അനന്തരഫലങ്ങൾ ഞാൻ ഉടനെ അനുഭവിച്ചു തുടങ്ങി. ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ ആത്മാവ് കല്ലുപോലെ കഠിനമായി. വരണ്ട് അസ്വസ്ഥതകളാലും പീഡകളാലും അത് നിറഞ്ഞു. എല്ലാ തരത്തിലുള്ള ദൈവനിന്ദകളും ശാപവാക്കുകളും എൻ്റെ ചെവിയിൽ മുഴങ്ങിത്തുടങ്ങി. നിരാശ കൊണ്ടും അവിശ്വാസം കൊണ്ടും എൻ്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ ഏറ്റെടുത്ത നിർഭാഗ്യരായ ജനങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. ആദ്യമെല്ലാം ഈ ഭയങ്കര അവസ്ഥ മൂലം ഞാൻ വളരെ ഭയപ്പെട്ടു. എന്നാൽ ആദ്യ അവസരത്തിലെ കുമ്പസാരത്തിന് ശേഷം എനിക്ക് സ്വസ്ഥത ലഭിച്ചു. ഒരിക്കൽ ഞാൻ മഠത്തിന് വെളിയിൽ കുമ്പസാരത്തിനായി പോയപ്പോൾ സെൻറ്റ് മൈക്കിൾ ദേവാലയം എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ സൊപ്പോച്കോ അവിടെ ബലിയർപ്പിക്കുന്നത് കാണാനിടയായി. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേരെ സന്തോഷത്തോടെ കളിയായി കൈനീട്ടി പിടിച്ചുകൊണ്ട് ഉണ്ണി ഈശോ അൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ ഒരു നിമിഷത്തിനു ശേഷം ആ വൈദികൻ കോമളനായ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് മുറിച്ച് ജീവനോടെ ഭക്ഷിച്ചു. ഈശോയോട് ഇത് ചെയ്തതുകൊണ്ട് ആ വൈദികനോട് എനിക്ക് ആദ്യം ദേഷ്യം തോന്നി. എന്നാൽ പെട്ടെന്ന് എനിക്ക് ബോധോദയമുണ്ടായി. ആ വൈദികനോട് ദൈവത്തിന് വളരെ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കൽ ഛായാചിത്രം വരയ്ക്കുന്ന ചിത്രകാരനെ സന്ദർശിച്ചപ്പോൾ ഛായാചിത്രത്തിലെ ഈശോയ്ക്ക് യഥാർത്ഥത്തിൽ കണ്ടതുപോലുള്ള സൗന്ദര്യം എനിക്ക് തോന്നിയില്ല. അതിനെപ്പറ്റി ഞാൻ വളരെ കുണ്ഠിതപ്പെട്ടു. എന്നാൽ ഞാനത് പ്രകടിപ്പിച്ചില്ല. ചിത്രകാരൻ്റെ ഭവനം വിട്ടു പോന്നപ്പോൾ മദർ സുപ്പീരിയർ പട്ടണത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ തങ്ങി. ഞാൻ തനിയെ മഠത്തിലേക്ക് മടങ്ങി. ചെന്നപാടെ ചാപ്പലിൽ പ്രവേശിച്ച് വളരെ കരഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അങ്ങ് ആയിരിക്കുന്നത് പോലെ സുന്ദരനായി ആരങ്ങയെ ചിത്രീകരിക്കും. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു: നിറങ്ങളുടെയോ ബ്രഷിൻ്റെയോ ഭംഗിയിലല്ല, ഈ ചിത്രത്തിൻ്റെ മഹത്വം എൻ്റെ കൃപയിലാണ്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് പൂന്തോട്ടത്തിലായിരുന്നപ്പോൾ എൻ്റെ കാവൽ മലാഹ എന്നോട് പറഞ്ഞു, മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടനെ തന്നെ തോട്ടക്കാരോടുകൂടി മരണാസന്നർക്ക് വേണ്ടി ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാലയ്ക്ക് ശേഷം മരണാസന്നർക്ക് വേണ്ടിയുള്ള പലതരം പ്രാർത്ഥനകൾ ചൊല്ലി. പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടികളെല്ലാം ഉല്ലാസത്തോടെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവരുടെ ശബ്ദത്തിനുപരിയായി എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു: എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ വാക്കുകൾ എനിക്ക് ശരിയായി മനസ്സിലാക്കാൻ പറ്റാതിരുന്നതിനാൽ കുട്ടികളിൽ നിന്ന് കുറച്ചു മാറി ആരാണ് എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ വീണ്ടും കേട്ടു: ഞാൻ സിസ്റ്റർ ആണ്. ഞാൻ വിൽന്യൂസിലായിരുന്നപ്പോൾ ആ സിസ്റ്റർ വാർസോയിലായിരുന്നു. ഞാൻ പറയുന്നത് വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ മരിക്കുകയാണ്. ഉടനെ തന്നെ മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയത്തിനോട് അവർക്ക് വേണ്ടി തീക്ഷ്ണമായി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരാശ്വാസവും ലഭിച്ചില്ല. 3 മണി മുതൽ 5 മണി വരെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 5 മണിക്ക് ഞാൻ ഈ വാക്കുകൾ കേട്ടു: നിനക്ക് നന്ദി, അവൾ മരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ വിശുദ്ധ കുർബാന സമയത്തും പിറ്റേ ദിവസവും അവളുടെ ആത്മാവിന് വേണ്ടി ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞ് സിസ്റ്റർ ഇന്ന സമയത്ത് മരിച്ചുവെന്ന അറിയിപ്പുമായി എഴുത്തു വന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അവൾ എന്നോട് പറഞ്ഞ സമയത്ത് തന്നെയാണ് അവൾ മരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദൈവമാതാവേ, അങ്ങയുടെ മകളെ കടാക്ഷിച്ച് സഹിക്കാനും സഹിച്ച് സ്നേഹിക്കാനും അവളെ പഠിപ്പിക്കണമേ. വേദന എന്നെ തകർക്കാതിരിക്കാൻ എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. മനോഗുണമാതാവേ, ദൈവശക്തിയിൽ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഒരിക്കൽ ദൈവമാതാവ് എന്നെ സന്ദർശിക്കാൻ വന്നു. അമ്മ വളരെ ദുഃഖിതയായിരുന്നു. അമ്മയുടെ കണ്ണുകൾ ദുഃഖഭാരത്താൽ മങ്ങിയിരുന്നു. അമ്മയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നിയെങ്കിലും അതേപ്പറ്റി എന്നോട് പറയാൻ വിമുഖതയുള്ളതുപോലെ തോന്നി. എനിക്കിത് മനസ്സിലായപ്പോൾ ദൈവമാതാവിനോട് എൻ്റെ നേരെ നോക്കാനും എന്നോട് സംസാരിക്കാനും യാചിച്ചു. ഊഷ്മളമായ ഒരു പുഞ്ചിരിയോടുകൂടി അമ്മ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു പ്രത്യേക രോഗത്താലും ഡോക്ടേഴ്സ് മൂലവും നീ വളരെ സഹിക്കേണ്ടി വരും. ഈ ചിത്രം മൂലവും നീ വളരെ സഹിക്കും. എന്നാൽ നീ ഒന്നിനെയും ഭയപ്പെടരുത്. പിറ്റേ ദിവസം എനിക്ക് അസുഖമായി. ദൈവമാതാവ് എന്നോട് പറഞ്ഞ പോലെ ഞാൻ വളരെ സഹിച്ചു. എന്നാൽ എൻ്റെ ആത്മാവ് സഹനത്തിന് തയ്യാറായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സഹനം ഒരു സന്തത സഹചാരിയായിരുന്നു.
ഓ എൻ്റെ ദൈവമേ, എൻ്റെ ഏക ആശ്രയമേ, എൻ്റെ ശരണം മുഴുവനും അങ്ങയിൽ അർപ്പിക്കുന്നു. നിരാശപ്പെടേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം പലപ്പോഴും പ്രത്യേകമായ വിധത്തിൽ ദൈവസാന്നിധ്യം സുവ്യക്തമായി ഞാൻ അനുഭവിക്കുന്നു. കർത്താവ് എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഹൃദയത്തിലെ അവിടുത്തെ സാന്നിധ്യം എൻ്റെ ചുമതലകൾ ചെയ്യുന്നതിൽ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. വളരെ ശ്രദ്ധ ആവശ്യമായ ഗൗരവമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ ആത്മാവിലുള്ള ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നില്ല. ഞാൻ അവിടുത്തോട് ഗാഢമായി ഐക്യപ്പെട്ടിരിക്കുന്നു. അവിടുത്തോടു കൂടി ജോലി ചെയ്യുന്നു, അവിടുത്തോടു കൂടി ഉല്ലസിക്കുന്നു, അവിടുത്തോടു കൂടി സഹിക്കുന്നു, അവിടുത്തോടു കൂടി ആനന്ദിക്കുന്നു. അവിടുന്ന് എന്നിലും ഞാൻ അവിടുന്നിലും ജീവിക്കുന്നു. ഞാൻ ഒരിക്കലും ഏകയല്ല, എന്തെന്നാൽ അവിടുന്ന് എൻ്റെ സന്തത സഹചാരിയാണ്. എല്ലാ നിമിഷവും അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്. രക്തത്തിൻ്റെയും ജീവൻ്റെയും ഐക്യത്തിലൂടെ ഞങ്ങളുടെ സൗഹൃദം വളരെ ഗാഢമാണ്. ഓഗസ്റ്റ് 9, 1934 വ്യാഴാഴ്ചകളിലെ രാത്രി ആരാധന 11 മണി മുതൽ പാതിരാത്രി വരെ ഞാൻ തിരുമണിക്കൂർ ആരാധന നടത്തി. കഠിന പാപികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ദൈവകരുണയിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ മാനസാന്തരത്തിനു വേണ്ടി ഞാനത് സമർപ്പിച്ചു. ദൈവം എത്രമാത്രം സഹിച്ചുവെന്നും എത്രമാത്രം അവിടുന്ന് നമ്മെ സ്നേഹിച്ചുവെന്നറിഞ്ഞിട്ടും നാം അവിടുത്തെ സ്നേഹത്തെ മനസ്സിലാക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ധ്യാനിച്ചു. ഓ ഈശോയെ, ഇതെല്ലാം ആര് മനസ്സിലാക്കും? ഇത് നമ്മുടെ രക്ഷകന് എത്ര വേദനാജനകമാണ്. അവിടുത്തെ മരണത്തിന് പോലും നമ്മെ ഇത് മനസ്സിലാക്കിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് എങ്ങനെ അവിടുന്ന് നമ്മെ മനസ്സിലാക്കി തരും? ചില ആത്മാക്കളുടെ നന്ദിഹീനതയ്ക്ക് എന്നോടൊത്ത് പരിഹാരം ചെയ്യാൻ ഞാൻ സ്വർഗം മുഴുവനെയും വിളിച്ചപേക്ഷിച്ചു. പാപപരിഹാരത്തിനുള്ള പ്രാർത്ഥനകൾ ദൈവത്തിന് വളരെ പ്രീതികരമാണെന്ന് ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നിരുന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എളിമയും സ്നേഹമുള്ള ഒരാത്മാവിൻ്റെ പ്രാർത്ഥന എൻ്റെ പിതാവിൻ്റെ കോപത്തെ ശമിപ്പിക്കുകയും അനുഗ്രഹവർഷം ചൊരിയുകയും ചെയ്യുന്നു. ആരാധനയ്ക്ക് ശേഷം എൻ്റെ മുറിയിലേക്കുള്ള വഴിയുടെ പകുതിയായപ്പോൾ ഒരു പറ്റം വലിയ കറുത്ത പട്ടികൾ ഓരിയിട്ടുകൊണ്ട് എൻ്റെ മേൽ ചാടി വീണു. എന്നെ കഷ്ണങ്ങളാക്കി പിച്ചി ചീന്താൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ ചുറ്റും കൂടി. അവയൊന്നും പട്ടികളല്ല, പിശാചുക്കളാണെന്ന് എനിക്ക് മനസ്സിലായി. അവയിലൊന്ന് കോപത്തോടെ എന്നോട് സംസാരിച്ചു. ഈ രാത്രി നീ വളരെ ആത്മാക്കളെ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതിനാൽ ഞങ്ങൾ നിന്നെ പിച്ചു ചീന്തും. ഞാൻ പറഞ്ഞു, ഏറ്റവും കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ തിരുച്ചിത്തം അതാണെങ്കിൽ എന്നെ പിച്ചു ചീന്തിക്കൊള്ളുക, എന്തെന്നാൽ ഞാനത് അർഹിക്കുന്നു. പാപികളിൽ ഏറ്റവും നീചയാണ് ഞാൻ. ദൈവം ഏറ്റവും പരിശുദ്ധനും നീതിമാനും അനന്തമായ കാരുണ്യമുള്ളവനുമാണ്. ഈ വാക്കുകൾ ശ്രവിച്ചപ്പോൾ എല്ലാ പിശാചുക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നമുക്കോടി രക്ഷപ്പെടാം. അവൾ തനിയെയല്ല, സർവശക്തൻ അവളുടെ കൂടെയുണ്ട്. ധൂളി പോലെ, വഴിയിലെ ശബ്ദം പോലെ അവർ അപ്രത്യക്ഷരായി. ഞാൻ സ്വസ്ഥമായി തി ഡിയും എന്ന സ്വസ്ത്രഗീതം പൂർത്തിയാക്കി. അനന്തവും അഗാധവുമായ ദൈവകരുണയെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ആഗസ്റ്റ് 12, 1934 പെട്ടെന്നുണ്ടായ ഒരു അസുഖം, മാരകമായൊരു സഹനം. അത് മരണമല്ലായിരുന്നു, മരണതുല്യമായ സഹനത്തിൻ്റെ ഒരാസ്വാദനം. മരണം നമുക്ക് നിത്യജീവൻ നൽകുമെങ്കിലും അത് ഭീതിജനകമാണ്. പെട്ടെന്ന് എനിക്ക് അസുഖമായി. ഞാൻ ശ്വാസം കിട്ടാതെ വിഷമിച്ചു. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി, കൈകാലുകൾ തളർന്നു, വലിയ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഒരു നിമിഷത്തേക്കാണെങ്കിലും അത് വളരെ ദൈർഘ്യമുള്ളതായി തോന്നി. വിശ്വാസമുണ്ടെങ്കിലും അസാധാരണമായ ഭയം എന്നിലുളവായി. ഞാൻ രോഗീലേപനം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു, കുമ്പസാരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് വളരെ പ്രയാസമായിരുന്നു. ഒന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊന്ന് പറയുന്നു. എന്താണ് പറയുന്നതെന്ന് നിശ്ചയമില്ലാത്ത അവസ്ഥ. അവസാന മണിക്കൂറിലേക്ക് കുമ്പസാരം മാറ്റിവെക്കാൻ ആരെയും ദൈവം അനുവദിക്കാതിരിക്കട്ടെ. രോഗിയുടെ ആത്മാവിൽ ഒരു വൈദികൻ ഉച്ചരിക്കുന്ന വാക്കുകളുടെ വലിയ ശക്തി എനിക്ക് മനസ്സിലായി. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ എന്നും എനിക്ക് സമാധാനമായിരിക്കാമോ എന്നും ആത്മീയ പിതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പൂർണ്ണ സമാധാനത്തിലായിരിക്കുക. ഇപ്പോൾ മാത്രമല്ല, എല്ലാ ആഴ്ച കുമ്പസാരത്തിനു ശേഷവും വൈദികൻ്റെ വാക്കുകളെ പിന്തുടരുന്ന ദൈവകൃപ വളരെ വലുതാണ്. യുദ്ധം ചെയ്യാനുള്ള ധൈര്യവും ശക്തിയും ആത്മാവിന് ലഭിക്കുന്നു. ഓ എൻ്റെ സഭ, എൻ്റെ മാതാവ്, സഭയിലായിരിക്കുന്നത് എത്ര ശ്രേഷ്ഠം! എന്നാൽ സഭയിലായിരുന്നു കൊണ്ട് മരിക്കുന്നത് കൂടുതൽ മധുരതരം. രോഗീലേപനം സ്വീകരിച്ച ശേഷം എൻ്റെ അവസ്ഥയിൽ പ്രകടമായ വ്യത്യാസമുണ്ടായി. ഞാൻ തനിയായിരുന്നു. ഇത് അരമണിക്കൂർ സമയത്തേക്ക് നീണ്ടു നിന്നു. പിന്നെ വീണ്ടും രോഗം മൂർച്ഛിച്ചു. എന്നാൽ ഡോക്ടർ ഉദ്ദേശിച്ചതുപോലെ അതത്ര ശക്തമായിരുന്നില്ല.
ഈശോയുടെ സഹനത്തോടെ എൻ്റെ സഹനത്തെ ഞാൻ ഐക്യപ്പെടുത്തി. എനിക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ നന്മയിൽ വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയും ഞാനത് സമർപ്പിച്ചു. പെട്ടെന്ന് എന്നോടുള്ള വിദ്വേഷത്താലും കോപത്താലും നിറഞ്ഞ കറുത്ത രൂപങ്ങളാൽ എൻ്റെ മുറി നിറഞ്ഞു. അവരിൽ ഒരാൾ പറഞ്ഞു, നീയും നിന്റെ ഉള്ളിലുള്ളവനും നശിക്കട്ടെ. നരകത്തിലും നീ ഞങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വാക്കുകൾ ഞാൻ ഉച്ചരിച്ച മാത്രയിൽ ഈ രൂപങ്ങൾ ഒരു മുഴക്കത്തോടെ അപ്രത്യക്ഷമായി. പിറ്റേ ദിവസം ഞാൻ വളരെ ക്ഷീണിതയായിരുന്നു. എന്നാൽ കൂടുതൽ സഹനങ്ങൾ അനുഭവപ്പെട്ടില്ല. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം മുമ്പ് ഒരു ആരാധനാ സമയത്ത് കണ്ടതുപോലെ ഈശോനാഥനെ ഞാൻ കണ്ടു. അവിടുത്തെ കടാക്ഷം എൻ്റെ ആത്മാവിൽ ചൂഴ്ന്നിറങ്ങി. ഏറ്റവും ചെറിയ പൊടി പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതിരുന്നില്ല. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചു. ഈശോ മറുപടി പറഞ്ഞു, എൻ്റെ ഹിതം നിന്നിൽ ഇനിയും പൂർണ്ണമായി നിറവേറിയിട്ടില്ല. നീ ഇനിയും ഭൂമിയിലായിരിക്കും, വളരെ നാളത്തേക്കല്ല. നിന്റെ വിശ്വാസത്തിൽ ഞാൻ സംപ്രീതനാണ്. എന്നാൽ നിന്റെ സ്നേഹം കൂടുതൽ തീക്ഷ്ണമാകണം. മരണവിനാഴികയിൽ നിർമ്മല സ്നേഹം ആത്മാവിന് ശക്തി പകരുന്നു. ഞാൻ കുരിശിൽ മരിച്ച സമയത്ത് ഞാൻ എന്നെ പറ്റിയല്ല ചിന്തിച്ചത്. ദുരിതപ്പെട്ട പാപികൾക്ക് വേണ്ടിയാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്. നിന്റെ അവസാന നിമിഷങ്ങളും കുരിശിലെ എൻ്റെ നിമിഷങ്ങളെപ്പോലെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുരിശിലെ സഹനത്തോട് ഐക്യപ്പെടുത്തിയ സഹനത്തിന് മാത്രമേ ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കൂ. നിർമ്മല സ്നേഹം ഈ വാക്കുകൾ മനസ്സിലാക്കുന്നു. ജഡിക സ്നേഹം ഇതൊരിക്കലും മനസ്സിലാക്കുകയില്ല. 1934 ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ ദിവസം. ഞാനിന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചില്ല. ലേഡി ഡോക്ടർ എന്നെ അത് അനുവദിച്ചില്ല. എന്നാൽ എൻ്റെ മുറിയിലിരുന്ന് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ഞാൻ ദൈവമാതാവിനെ കണ്ടു. അമ്മ അതിമനോഹരിയായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, പ്രാർത്ഥനയാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, പ്രാർത്ഥന. ലോകത്തിനു വേണ്ടി, പ്രത്യേകിച്ച് നിന്റെ മാതൃരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. പാപപരിഹാരമായി 9 ദിവസം ദിവ്യകാരുണ്യം സ്വീകരിക്കുക. വിശുദ്ധ കുർബാനയിലെ ദിവ്യബലിയോട് നിന്നെ തന്നെ ഗാഢമായി ഐക്യപ്പെടുത്തുക. ഈ 9 ദിവസവും ദൈവത്തിനു മുമ്പിൽ നീ ഒരു കാഴ്ചദ്രവ്യമായിരിക്കും. എപ്പോഴും, എല്ലായിടത്തും, എല്ലാ സമയത്തും, എല്ലാ സ്ഥലത്തും, രാവും പകലും, ഉണർവിലും ഉറക്കത്തിലും ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഒരാൾക്ക് ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാൻ സാധിക്കും. ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു, ഈ ചിത്രത്തിലുള്ള എൻ്റെ നോട്ടം കുരിശിലെ എൻ്റെ നോട്ടം പോലെയാണ്. ഒരിക്കൽ എവിടെയാണ് ആ കുറിപ്പ് സ്ഥാപിക്കേണ്ടതെന്ന് എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ സൊപ്പോച്കോ എന്നോട് ചോദിച്ചു. എന്തെന്നാൽ ആ ചിത്രത്തിൽ എല്ലാത്തിനും വേണ്ട സ്ഥലമില്ലായിരുന്നു. ഞാൻ മറുപടി നൽകി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അടുത്ത ആഴ്ച മറുപടി പറയാം. ഞാൻ കുമ്പസാരക്കൂട് വിട്ട് അൾത്താര കടന്നു വരുമ്പോൾ അടിക്കുറിപ്പിനെക്കുറിച്ച് ഒരു ആന്തരിക ജ്ഞാനം എനിക്ക് ലഭിച്ചു. ആദ്യ തവണ ഈശോ പറഞ്ഞതിനെക്കുറിച്ച് അവിടുന്ന് എന്നെ ഓർമ്മിപ്പിച്ചു. അതായത്, ഈ 3 വാക്കുകളും സുവ്യക്തമായി, സ്പഷ്ടമായി എഴുതണം. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആ സൂത്രവാക്യം മുഴുവനും ചിത്രത്തിൽ ഉണ്ടായിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ 3 വാക്കുകളെ സംബന്ധിച്ച് പറഞ്ഞ പോലെ അതേക്കുറിച്ച് നേരിട്ട് ഒരു നിർദ്ദേശവും അവിടുന്ന് തന്നില്ല. കരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ സമീപിക്കേണ്ട ഒരു പാത്രമാണ് ഞാൻ മനുഷ്യർക്ക് നൽകുന്നത്. ആ പാത്രം ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടു കൂടിയ ഈ ചിത്രമാണ്. ഓ നിർമ്മല സ്നേഹമേ, അവിടുത്തെ സമ്പൂർണ്ണതയിൽ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. വിശ്വസ്തയോടെ അവിടുത്തെ തിരുഹിതം നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. 3 ദിവസത്തെ ധ്യാനത്തിൻ്റെ അവസാനമായപ്പോൾ ഞാൻ ഒരു പരിപരിത വഴിയിലൂടെ നടക്കുന്നതായി കണ്ടു. നിരന്തരം ഞാൻ മറിഞ്ഞു വീണുകൊണ്ടിരുന്നു. എന്നെ പിന്തുടരുന്ന ഒരു വ്യക്തിയുടെ രൂപം എന്നെ സഹായിച്ചു കൊണ്ടിരുന്നു. ഞാനത് ഇഷ്ടപ്പെട്ടില്ല. തനിയെ നടക്കാൻ ആഗ്രഹിച്ചതിനാൽ എന്നെ വിട്ടു പോകാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. എന്നാൽ അപരിചിതനായ ആ രൂപം ഒരു നിമിഷത്തേക്ക് പോലും എന്നെ വിട്ടുപോയില്ല. എൻ്റെ ക്ഷമ നശിച്ചു. ഞാൻ തിരിഞ്ഞു നിന്ന് ആ വ്യക്തിയെ തള്ളിമാറ്റി. ആ നിമിഷം അത് മദർ സുപ്പീരിയർ ഐറിൻ ആണെന്ന് ഞാൻ കണ്ടു. എന്നാൽ അപ്പോൾ തന്നെ അത് മദർ സുപ്പീരിയർ അല്ല, ഈശോനാഥൻ തന്നെയാണെന്ന് മനസ്സിലായി. അവിടുന്ന് എന്നെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ തിരുമനസ് തന്നെയായ സുപ്പീരിയറിൻ്റെ ഇഷ്ടത്തിന് ചെറിയ കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തുമ്പോൾ അത് അവിടുത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിച്ചു. ഈ മുന്നറിയിപ്പ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒരിക്കൽ തൻ്റെ നിയോഗത്തിനായി പ്രാർത്ഥിക്കണമെന്ന് കുമ്പസാരക്കാരൻ ആവശ്യപ്പെട്ടു. ദൈവമാതാവിനോട് ഞാനൊരു നവനാൾ തുടങ്ങി.
9 പ്രാവശ്യം രാജകന്യകേ എന്ന ജപം ചൊല്ലുക എന്നതായിരുന്നു നവനാൾ. നവനാളിൻ്റെ അവസാനത്തിൽ ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ ദൈവമാതാവിനെ ഞാൻ കണ്ടു. എൻ്റെ കുമ്പസാരക്കാരൻ അമ്മയുടെ കാൽക്കൽ മുട്ടുകുത്തി നിന്ന് സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹം സംസാരിക്കുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെന്നാൽ ഞാൻ ഉണ്ണീശോയുമായുള്ള സംഭാഷണത്തിൽ മുഴുകിയിരുന്നു. ഉണ്ണീശോ മാതാവിൻ്റെ കരങ്ങളിൽ നിന്നിറങ്ങി എന്നെ സമീപിച്ചു. അവിടുത്തെ കോമളത്വം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ കുമ്പസാരക്കാരനോട് ദൈവമാതാവ് പറഞ്ഞ ചില വാക്കുകൾ ഞാൻ കേട്ടു. എല്ലാം കേട്ടില്ല. അവ ഇങ്ങനെയായിരുന്നു: ഞാൻ സ്വർഗരാജ്ഞി മാത്രമല്ല, കരുണയുടെ മാതാവും നിങ്ങളുടെ അമ്മയുമാണ്. ആ സമയത്ത് അമ്മ കാപ്പ പിടിച്ചിരുന്ന തൻ്റെ വലത്തുകരം നീട്ടി അതുകൊണ്ട് അച്ഛനെ പൊതിഞ്ഞു. ആ നിമിഷം ദർശനം അവസാനിച്ചു.